ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്രോച്ചസ് ഓർ മെത്തേഡ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് വാല്യുവേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്. അങ്ങനെ രണ്ട് രീതിയിലും പറയാറുണ്ട്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്, ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. Under this approach, amount actually spent on the recruitment, development of employees is capitalized and amortized over the period for which the benefits are expected to flow to the organization. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടി ചിലവായ എമൗണ്ട്, അതായത് റിക്രൂട്ട്മെൻറ്റിന് വന്നിട്ടുണ്ടാവും, അതുപോലെ ഡെവലപ്മെൻറ്റ്, എംപ്ലോയീസിന് ഡെവലപ്മെൻറ്റിനൊക്കെ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ റിക്രൂട്ട്മെൻറ്റിനും എംപ്ലോയീസ് ഡെവലപ്മെൻറ്റിനൊക്കെ വന്നിട്ടുള്ള എമൗണ്ട് ക്യാപിറ്റലൈസ് ചെയ്യും. അതായത് അത് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ആയിട്ട് കാണും. അത് ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിട്ടാണ് അത് കണക്കാക്കുക. അതാണ് പറയുന്നത്, ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ദ റിക്രൂട്ട്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ആൻഡ് അമോർട്ടൈസ്ഡ് ഓവർ ദി പീരിയഡ് ഫോർ വിച്ച് ദ ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി ഓർഗനൈസേഷൻ. എന്നിട്ട് അത് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയിട്ട് കണക്കാക്കുകയും അത് അമോർട്ടൈസ് ചെയ്യുകയും ചെയ്യും. എത്ര വർഷം, അതായത് ഹ്യൂമൻ റിസോഴ്സ് എത്ര കാലം നമ്മുടെ ഓർഗനൈസേഷനിലുണ്ടോ, അവരുടെ ലൈഫ് എത്രയാണോ ഓർഗനൈസേഷനിലുള്ള അത്രയും കാലം ആ കോസ്റ്റ് നമ്മൾ അമോർട്ടൈസ് ചെയ്തുകൊണ്ട് ഇരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിനും എംപ്ലോയീസിനും ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് അത് ക്യാപിറ്റലൈസ് ചെയ്യും. അത് ആ ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷനിലുള്ള എത്രയാണോ ലൈഫ് അത്രയും കാലത്ത് ആ ഒരു പീരീഡിലേക്ക് അത് അമോർട്ടൈസ് ചെയ്യുകയും ചെയ്യും അതിൻ്റെ വാല്യൂ. ഓക്കെ, അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിപ്രീസിയേഷൻ പോലെ തന്നെയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. കോസ്റ്റ് ഓൺ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ് ആർ കോൾഡ് അക്വിസിഷൻ കോസ്റ്റ്. അതായത് റിക്രൂട്ട്മെൻറ്റിനും സെലക്ഷനും പ്ലേസ്മെൻറ്റിനും ഒക്കെ വന്നിട്ടുള്ള കോസ്റ്റിന് നമ്മൾ അക്വിസിഷൻ കോസ്റ്റ് എന്നും, ഓറിയൻറ്റേഷനും ട്രെയിനിങ്ങിനൊക്കെ വന്നിട്ടുള്ള കോസ്റ്റിന് ലേണിംഗ് കോസ്റ്റ് എന്നുമാണ് പറയാറ് ഇതിൽ. ഇൻ കേസ് ദ ഹ്യൂമൻ അസറ്റ് എക്സ്പയർസ് ബിഫോർ ദ എൻഡ് ഓഫ് ദി എക്സ്പെക്റ്റഡ് ലൈഫ് പീരീഡ്, the unamortized costs remaining in the books has to be written off against profit and loss account of the particular year. അതായത് നമ്മൾ പറഞ്ഞു, ഇത് ക്യാപിറ്റലൈസ് ചെയ്യും അതിന് വേണ്ടി, ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടി വന്നിട്ടുള്ള കോസ്റ്റ് അത് എത്രയാണ് യൂസ്ഫുൾ ലൈഫ് അത്രയും കാലത്തേക്ക് അത് അമോർട്ടൈസ് ചെയ്തുകൊണ്ട് ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അമോർട്ടൈസ് ഫുള്ളാകാത്തൊരവസ്ഥ, അതായത് അൺഅമോർട്ടൈസ്ഡ് പോർഷൻ ഉണ്ടാകുമ്പോൾ അതെപ്പോഴാണ് അൺഅമോർട്ടൈസ്ഡ് പോർഷൻ ഉണ്ടാവാം. അതായത് ഇപ്പോൾ ഹ്യൂമൻ അസറ്റ്, അത് ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ലൈഫിന് മുമ്പ് തന്നെ എക്സ്പയർ ആകാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ വിട്ട് പോവുകയാണെങ്കിൽ, ഓക്കെ, ആ നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് പറഞ്ഞ കാലാവധി അല്ലെങ്കിൽ എത്ര കാലം ഉണ്ടാകും എന്നാണ് വിചാരിച്ചത് അതിന് മുന്നേ ഓർഗനൈസേഷൻ വിട്ട് പോവുകയാണ്, അതിനാണ് എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ, അതിന് മുന്നേ എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഒരു അൺഅമോർട്ടൈസ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ആ അൺഅമോർട്ടൈസ്ഡ് കോസ്റ്റ് ബുക്സിൽ കാണിച്ചിരിക്കുന്ന ആ അൺഅമോർട്ടൈസ്ഡ് കോസ്റ്റ് നമ്മൾ ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുമായിട്ട് റൈറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ ആണോ? നമ്മൾ പറഞ്ഞു എത്രയാണോ യൂസ്ഫുൾ ലൈഫ് ഉള്ളത്, ഇപ്പോൾ എത്രയാണോ ഒരു ഇയർ ഉണ്ടാവും അത്ര ഇയറിലേക്ക് നമ്മൾ ആ ക്യാപിറ്റലൈസ് ചെയ്യും, ആ എമൗണ്ട് നമ്മൾ അമോർട്ടൈസ് ചെയ്യും എന്നും പറഞ്ഞു. അമോർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുക ആ ഒരു കാലഘട്ടത്തിലേക്ക്, എത്രയാണോ യൂസ്ഫുൾ ലൈഫ് ഉള്ളത് അത്ര ഇയറിലേക്ക്. അപ്പോൾ നമ്മൾ ആ യൂസ്ഫുൾ ലൈഫ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറയുകയാണെങ്കിൽ, അതായത് അതിന് മുന്നേ അവർ ഓർഗനൈസേഷൻ വിട്ട് പോവുകയാണ്, എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനെതിരെ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, ഇഫ് ദ യൂസ്ഫുൾ ലൈഫ് റിക്കഗ്നൈസ്ഡ് ഈസ് ലോങ്ങർ ദാൻ ഒറിജിനൽ എക്സ്പെക്റ്റഡ് ലൈഫ്, നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലൈഫിനേക്കാൾ കൂടുതലായിട്ട് അവർ യൂസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതായത് നമ്മൾ വിചാരിച്ച വർഷത്തേക്കാൾ കൂടുതലായിട്ട് അവർ ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ആ അമോർട്ടൈസേഷൻ എന്ത് ചെയ്യേണ്ടി വരും? റീഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. അപ്പം ഇനി അടുത്ത മെത്തേഡാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. അണ്ടർ ദിസ് അപ്രോച്ച് ദ ഹ്യൂമൻ റിസോഴ്സസ് ആർ ടു ബി വാല്യൂഡ് അറ്റ് ദ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. ഇവിടെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്ന റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ്. ഇനി എന്താണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് ചോദിച്ചാൽ അതാണ് അടുത്ത പറയുന്നത്. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് cost the firm would incur if the existing human resources are required to be replaced with others of equivalent talent and experience. അതായത് ഒരു ഫേമിന് എത്ര കോസ്റ്റ് വരും നിലവിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റി, ഓക്കെ, നിലവിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റി ഇതേ ടാലൻറ്റും ഇതേ ക്വാളിഫിക്കേഷനും ഇതേ സ്കില്ലും ഒക്കെയുള്ള മറ്റൊരു ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുവരാൻ എന്ത് കോസ്റ്റ് വരുമോ അതാണ് ഇവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. വാട്ട് കോസ്റ്റ് ദ ഫേം വുഡ് ഇൻകർ ഇഫ് ദ എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, നിലവിലുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആർ റിക്വയർഡ് ടു ബി റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥ വന്നു, ഇയാളെ മാറ്റി വേറെ ആൾ എടുക്കേണ്ട അവസ്ഥ വന്നാൽ വിത്ത് അതേഴ്സ് ഓഫ്
എങ്ങനെയുള്ളവർ തന്നെ ആയിരിക്കണം, ആ ഈക്വൽ സെയിം ആ ടാലൻറ്റും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള മറ്റൊരാളെ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റ് വരും, അതാണ് ഇവിടെ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്നത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റിലാണ്. ഇനി അടുത്ത ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച് അല്ലെ മാർക്കറ്റ് വാല്യൂ മെത്തേഡ് എന്ന് ഇതിനെ പറയും. ഇൻ ദിസ് മെത്തേഡ് ഓൾ മാനേജേഴ്സ് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ വിൽ ബി എൻകറേജ്ഡ് ടു ബിഡ് ഫോർ എനി സ്കേഴ്സ് എംപ്ലോയീസ് ദേ വാണ്ട്. അതായത് ഇവിടെ ഓർഗനൈസേഷനിലെ മാനേജേഴ്സ് എന്ത് ചെയ്യും, ബിഡ് ചെയ്യും. നമ്മൾ ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം വിളിക്കാമെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു വില നിർണ്ണയിച്ച് പറയാം. അപ്പോൾ അങ്ങനെ ബിഡ് ചെയ്യും സ്കേഴ്സ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരെ കിട്ടാനില്ലാത്ത എംപ്ലോയീസ്, അല്ലെങ്കിൽ അത്രത്തോളം ഡിമാൻഡാണ് അങ്ങനെയുള്ള എംപ്ലോയീസ്. അവർ നമ്മൾ സ്കേഴ്സാണ്, നമ്മൾ ദൗർലഭ്യം എന്നൊക്കെ പറയും, നമ്മൾക്ക് ആവശ്യത്തിന് കിട്ടാനില്ല, അവർ സ്കേഴ്സാണെന്ന് നമ്മൾ പറയും. അപ്പോൾ പക്ഷേ അവർക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. അങ്ങനെയുള്ള എംപ്ലോയീസിന് വേണ്ടി ബിഡ് ചെയ്യും മാനേജേഴ്സ്. അതായത് അവർ ലേലം വിളിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മൂല്യം നിർണ്ണയിച്ച് വിളിച്ചെടുക്കുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ബിഡ് ചെയ്യും. ആൻഡ് ദാറ്റ് ബിഡ് പ്രൈസ് ഈസ് കൺസിഡേർഡ് ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ്. അപ്പോൾ ആ എത്രയാണോ അവർ ലേലം വിളിച്ചെടുത്തത്, എത്ര രൂപയ്ക്കാണോ അവർ മൂല്യം നിർണ്ണയിച്ച ഒരു എംപ്ലോയിനെ എടുക്കുന്നത്, ആ മൂല്യം, ആ ഒരു വാല്യൂ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് ആയിട്ട് ആ എംപ്ലോയിനെ കണക്കാക്കുക. ദ ബിഡ് പ്രൈസ് ഈസ് അറൈവ്ഡ്. ഇത് എങ്ങനെയാണ് ഈ ബിഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ കാൽക്കുലേറ്റിംഗ് ദ ആക്ച്വൽ ഓർ എക്സ്പെക്റ്റഡ് റേറ്റ് ഫോർ ക്യാപിറ്റലൈസേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഏർണിംഗ് സപ്പോസ് ടു ബി ഏൺ ബൈ ദ എംപ്ലോയി എന്നാണ് കേട്ടോ. സ്പെല്ലിങ്ങിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സപ്പോസ്ഡ് എന്നാണ് കേട്ടോ അത്. ഓക്കെ, അതായത് എത്ര ഏർണിങ്സ് ആണോ എംപ്ലോയീസിൽ നിന്ന് ഓർഗനൈസേഷന് കിട്ടുമെന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു എംപ്ലോയിനെ നമ്മൾ ഓർഗനൈസേഷനിൽ എടുക്കുമ്പം ആ എംപ്ലോയിയിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഓർഗനൈസേഷനിലേക്ക് വരാനുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒക്കെ കണക്കനുസരിച്ചിട്ടാണ് ഈ എംപ്ലോയി ഓർഗനൈസേഷനിലേക്ക് വന്ന എന്തൊക്കെ ബെനിഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് ഉണ്ടാകും, അതൊക്കെ കണക്ക് വെച്ചിട്ടാണ് ആ ബിഡ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. If an employee can be hired easily externally, there is no opportunity cost for him. നമ്മൾ പറഞ്ഞു സ്കേഴ്സ് എംപ്ലോയീസിനെ നമ്മൾ ബിഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എംപ്ലോയീസിനെ ഈസിലി കിട്ടുന്നുണ്ട്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എംപ്ലോയിനെ കിട്ടാനുണ്ടെങ്കിൽ അതിനർത്ഥം അത് തീരെ സ്കേഴ്സ് അല്ല, അവർക്ക് അത്ര ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. സ്കേഴ്സ് ആകുമ്പോൾ എംപ്ലോയീസ് സ്കേഴ്സ് ആകുമ്പോൾ അവർക്ക് ഡിമാൻഡ് കൂടുമ്പോൾ മാത്രമാണ് അവിടെ എന്തുള്ളൂ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാവാം. Okay, a human resource asset has value only when it is scarce. The amount of bid is added to the capital employed if the success of the successful bidder എന്നാണ് കേട്ടോ. Capital employed of the successful bidder for determining return on investment. നമ്മൾ പറഞ്ഞ ബിഡ് പ്രൈസ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസായി കാണാം, ആ എമൗണ്ട് ആണ് നമ്മൾ ക്യാപിറ്റൽ ബേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസായി കാണുക. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസിന് വെച്ചിട്ട് അവർക്ക് എത്ര കോസ്റ്റ് വന്നോ ആ കോസ്റ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസായി കാണുക. അത് വെച്ചിട്ട് അവരുടെ മേൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾക്കിനി ഇതിന് മുകളിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട്, അതായത് ആ ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ടുവന്ന് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ബേസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അടുത്തതാണ് എക്കണോമിക് വാല്യൂ മെത്തേഡ്. എക്കണോമിക് വാല്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് മെത്തേഡ് ഹ്യൂമൻ റിസോഴ്സസ് ആർ വാല്യൂഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി കോൺട്രിബ്യൂഷൻ ദേ ആർ ലൈക്ലി ടു മേക്ക് ടു ദി ഓർഗനൈസേഷൻ ഡ്യൂറിങ് ദർ കണ്ടിന്യൂവൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്നത് ഓർഗനൈസേഷനിലേക്ക് അവർ ഓർഗനൈസേഷൻ ഉള്ളിടത്തോളം കാലം ഓർഗനൈസേഷനിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്നത്. Payments to be made to the person by employing organization in the form of allowances, benefits, etc. are estimated and discounted appropriately to arrive at the present economic value of the individual. അതായത് ഇവിടെ നമ്മൾ എക്കണോമിക് വാല്യൂ മെത്തേഡിൻ്റെ പേര് തന്നെ നമ്മളൊരു എംപ്ലോയീസിന് അലവൻസ് ആയിട്ടും ബെനിഫിറ്റ്സ് ആയിട്ടും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ എത്രത്തോളാണ് എസ്റ്റിമേറ്റ് ചെയ്യും, എന്നിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യും. എന്തിനു വേണ്ടി ഡിസ്കൗണ്ട് ചെയ്യുന്നത്, അതിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് എക്കണോമിക് വാല്യൂ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഇത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എ നമ്പർ ഓഫ് വാല്യുവേഷൻ മോഡൽസ് ഹാവ് ബീൻ ഡെവലപ്ഡ് ഫോർ ഡിറ്റർമൈനിങ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്. ഈ ഹ്യൂമൻ റിസോഴ്സിന് വാല്യൂ ചെയ്യാൻ വേണ്ടി എക്കണോമിക് വാല്യൂ മെത്തേഡ് പ്രകാരം ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ചില മെത്തേഡ്സാണ് ഈ എക്കണോമിക് വാല്യൂ മെത്തേഡ്, അതായത് പ്രസൻറ്റ് എക്കണോമിക് വാല്യൂ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരുപാട് ആ ഒരു രീതിയിൽ ഹ്യൂമൻ റിസോഴ്സിനെ വാല്യൂ ചെയ്യുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്ന ചിലതാണ് ദ ലിവ് ആൻഡ് ഷിവാർട്സ് മോഡൽ, ഫ്ലാംഹോർട്ട് സ്റ്റൊഹാസ്റ്റിക് റിവാർഡ്സ് വാല്യുവേഷൻ മോഡൽ, മോസ്നെറ്റ് ബെനിഫിറ്റ് മോഡൽ, ചക്രബർത്തീസ് മോഡൽ, ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഉള്ള മെത്തേഡുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഹിസ്റ്റോറിക്കൽ ഓർ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ്, റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മെത്തേഡ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മെത്തേഡ് ഓർ മാർക്കറ്റ് വാല്യൂ മെത്തേഡ്, എക്കണോമിക് വാല്യൂ മെത്തേഡ്.